കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ നിലവിലത്തെ എം പിയാണ് N.K. പ്രേമചന്ദ്രൻ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് M. മുകേഷ്. കൊല്ലത്തുനിന്നുള്ള MLA കൂടിയാണ് M. മുകേഷ്. മുകേഷിനെതിരായിട്ട് കുറച്ച് ആരോപണങ്ങൾ N.K. പ്രേമചന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇപ്പോൾ M. മുകേഷ് നൽകിയിരിക്കുകയാണ്. ഒരു ഫേസ്ബുക്ക് കുറിപ്പായിട്ട് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. മറുപടി എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല മുഖമടച്ചൊരു അടി കൊടുത്തെന്ന് വേണമെങ്കിൽ എടുത്ത് തന്നെ പറയാം. കേൾക്കേണ്ട മറുപടിയാണ് N.K. പ്രേമചന്ദ്രന് M. മുകേഷ് നൽകിയിട്ടുള്ളത്. അതിൽ മുകേഷ് പറയുന്നത് ഇങ്ങനെയാണ്: ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. എൻ്റെ എതിർ സ്ഥാനാർത്ഥിയും പ്രിയ സുഹൃത്ത് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് അറിയാൻ കഴിഞ്ഞു. ഒന്നാമത്തെ ആക്ഷേപം: ഞാൻ വാഹനത്തിൽ നിന്നും ഇറങ്ങി സ്വീകരണം വാങ്ങുന്നില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എനിക്കുള്ള ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും 2-3 പേരാണ് വരുന്നതെങ്കിൽ താങ്കൾ ചെയ്യുന്നത് പോലെ ഇറങ്ങി വരാമായിരുന്നു. അങ്ങനെയെങ്കിൽ സ്വീകരണം കഴിയുമ്പോഴേക്കും 50ഓളം പേർക്ക് മാത്രം കൈ കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും കുട്ടികളും ഉൾപ്പെടെ കടുത്ത വെയിൽ വകവയ്ക്കാതെ അവരുടെ സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുകയല്ലേ. അപ്പോൾ അവരെ എല്ലാവരെയും കണ്ട് അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കണമെങ്കിൽ, വോട്ട് അഭ്യർത്ഥിക്കണമെങ്കിൽ വാഹനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ, അതായത് അല്പം ഉയരത്തിൽ നിന്നുകൊണ്ട് സാധിക്കുകയുള്ളൂ. അവർക്കും അതാണ് വേണ്ടത്. കാരണം അവർക്കും എല്ലാവർക്കും എന്നെയും കാണണം. ഓരോ ദിവസവും എൻ്റെ കയ്യിൽ പിടിച്ച് ഒപ്പമുണ്ടെന്ന് പറയുന്നത് 10,000-കണക്കിന് പേരാണ് സുഹൃത്തെ. 2, സഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നില്ല. 16 വർഷം മുൻപായിട്ട് ഒരു ദിവസം ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് അർദ്ധരാത്രി വീട്ടിൽ റൂമിൽ വന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോൾ തുടർച്ചയായി എന്നെ ഫോൺ ചെയ്ത ഒരാളോട് ഞാൻ നടത്തിയ ഒരു പ്രതികരണം എൻ്റെ 2 ഇലക്ഷൻ ഘട്ടങ്ങളിലും നിങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. ഇപ്പോഴും നിങ്ങൾ പറയുന്ന ഈ നാട്ടിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ പലതവണ വിശദീകരിച്ചതുകൊണ്ട് ഇനിയും വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. മറ്റൊന്ന്, 2021 കോവിഡ് കാലത്ത് ഒരു സൂം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തുടർച്ചയായി ഫോൺ ചെയ്ത ഒരു കുട്ടിയോട് പിന്നീട് വിളിക്കാമെന്ന് പറയുകയും തിരികെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടിയുടെ ആവശ്യപ്രകാരമല്ല വിളിച്ചത് എന്ന് ബോധ്യമാകുന്ന തരത്തിൽ ആ കുട്ടി പ്രതികരിച്ച കാര്യവും ഞാൻ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത്തരം പഴകി ദ്രവിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന താങ്കൾ 2011 ഇലക്ഷനിൽ VS മന്ത്രിസഭയിൽ തോറ്റ ഏക മന്ത്രിയാണ് താങ്കളെന്ന കാര്യം മറക്കുന്നു. ആ അവസരത്തിൽ താങ്കൾക്കെതിരെ അന്ന് താങ്കളുടെ കൂട്ടുകാരായിരിക്കുന്ന ആളുകൾ അന്ന് താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും പറ്റി പറഞ്ഞു വരുത്തിയ ആക്ഷേപങ്ങൾ ഇന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് എടുത്ത് പ്രസിദ്ധീകരിക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും എൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമല്ലാത്തത് കൊണ്ടും അത്തരം നെറികേടുകൾക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കാത്തത് കൊണ്ടും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. 3, പാർലമെന്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് തമാശയായി പറയുന്നു. സുഹൃത്തെ, ലോകത്തുള്ള ഏത് വലിയ നേതാവിനെ പറ്റി വിവരിക്കുമ്പോഴും അവർ നേതാവാകുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ ഹി വാസ് നോൺ ഫോർ ഹിസ് വിറ്റ്സ് ആൻഡ് ഹ്യൂമർ. അവർ ബുദ്ധിക്കും നർമ്മത്തിനും പേരുകേട്ടവരായിരുന്നു. എന്ന് വെച്ചാൽ ലൈറ്റ് ഹാർട്ടഡ് ആയവരാണവർ. എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ആ ബുദ്ധിയും ആ നർമ്മവും ആ ഒബ്സർവേഷനും ഉള്ളവരാണ് നേതാക്കന്മാരാകുന്നത്. നിർഭാഗ്യവശാൽ ചിലർക്ക് അതില്ലാതെ പോകുന്നു. 4, എന്നെ രാഷ്ട്രീയ വിശുദ്ധി പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന താങ്കളെ ഞാൻ ചിലത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയം എൻ്റെ ജീനിൽ ഉള്ളതാണ്. അച്ഛൻ O. മാധവൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പരിശ്രമിച്ച എണ്ണം പറഞ്ഞവരിൽ ഒരാൾ. അമ്മ വിജയകുമാരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തുന്നതിനായി ചെറുപ്രായം മുതൽ തന്നെ അരങ്ങിൽ ആടിത്തിമർത്തവർ. അമ്മുമ്മ ഭാർഗവി കശുവണ്ടി തൊഴിലാളിയായ കമ്മ്യൂണിസ്റ്റുകാരി. ഞാൻ 42 വർഷം കലാകാരനായിരുന്നു. ലോകത്തെവിടെയെല്ലാം മലയാളികളുണ്ടോ അവർക്കെല്ലാം എന്നെയും അറിയാം. എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്: ഞാനൊരു കൊല്ലംകാരനാണ് എന്നുള്ളത്. കലാജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ആളാണ് ഞാൻ. രാഷ്ട്രീയം എൻ്റെ നാടിനോടുള്ള പ്രതിബദ്ധതയും പിന്നെ പബ്ലിസിറ്റി. എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് താങ്കൾ തന്നെ ചിന്തിക്കുക. ഞാനെന്നും ഇടത് സഹയാത്രികനായിരുന്നു. സംഗീത നാടക അക്കാദമി ചെയർമാനായിരുന്നു. 2016 കൊല്ലത്ത് മത്സരിക്കാൻ ഇടതുപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ നന്മകൾ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ, കൊല്ലത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഏറ്റെടുത്തു. താങ്കൾ ഉൾപ്പെടെ ഉള്ളവരുടെ എല്ലാ കുപ്രചാരണങ്ങളെയും അതിജീവിച്ച് 2 തവണ 8 വർഷം MLA ആയി. താങ്കൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൊല്ലത്ത് മുകേഷിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് ആത്മസംതൃപ്തിയോടെ നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും. താങ്കൾക്കും അതറിയാം. അതൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ നിയോഗിച്ചത്. രാജ്യം വളരെ അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ശരിയായ തീരുമാനമെടുക്കുന്ന ഇടതുപക്ഷം എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചുവെങ്കിൽ എനിക്കുറപ്പുണ്ട് അവർ ആഗ്രഹിക്കുന്നത് പോലെ, ഈ നാട്ടിലെ ജനം ആഗ്രഹിക്കുന്നത് പോലെ
ഈ നാടിന് വേണ്ടി നേടിയെടുക്കാൻ എനിക്ക് കഴിയും. ഇനി താങ്കളോട് പറയാനുള്ളത് കടമ്മനിട്ടയുടെ വരികളാണ്. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. 1988 ഒരു പഞ്ചായത്ത് അംഗം മാത്രമായിരുന്ന താങ്കളെ തിരുവനന്തപുരത്തെ നാവായിക്കുളത്ത് നിന്നും കൊണ്ടുവന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമാക്കിയ, 2 തവണ ലോക്സഭാ അംഗമാക്കിയ, 1 തവണ രാജ്യസഭാ അംഗമാക്കിയ, 2006 രാജ്യസഭാ കാലാവധി തീർന്നപ്പോൾ ചവറയിൽ നിർത്തി ജയിപ്പിച്ച് നിയമസഭയിൽ കൊണ്ടുവന്ന് മന്ത്രിയാക്കിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, അതിലെ ആത്മാർത്ഥത മാത്രം കൈമുതലാക്കിയ പാവപ്പെട്ട പ്രവർത്തകരെ, തൊഴിലാളികളെ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഇടനെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് താങ്കൾ വലത്തേക്ക് ഓടിയപ്പോൾ താങ്കളുടെ ചിഹ്നവും പോസ്റ്ററും ഒട്ടിച്ച് താങ്കൾക്ക് വേണ്ടി ചുവരെഴുതിയ, താങ്കളെ സഖാവെന്ന് വിളിച്ച, താങ്കൾക്ക് വേദി ഒരുക്കിയ ഓരോ സാധാരണ പ്രവർത്തകൻ്റെ ഹൃദയം പൊടിഞ്ഞത് താങ്കൾ കണ്ടില്ല എന്നടിച്ചു. അപ്പോഴും താങ്കൾ ഒരു കാര്യം വളരെ സമർത്ഥമായി മറച്ചു പിടിച്ചു. അത് എന്താണെന്നറിയാമോ? താങ്കൾ എന്തിനു വേണ്ടിയായിരുന്നു ഇടതുപക്ഷത്തെ തള്ളിപ്പറഞ്ഞത്? അതും ഞാൻ തന്നെ പറയാം. 2011 നിയമസഭാ ഇലക്ഷനിൽ താങ്കൾ ചവറിൽ തോറ്റുപോയി. 23 വർഷം പാർലമെന്റ് സുഖങ്ങൾ അനുഭവിച്ച താങ്കൾക്ക് അധികാരമില്ലാത്ത 2 വർഷം അസഹനീയമായിരുന്നു. ആ ഒറ്റ കാരണം കൊണ്ടാണ് 2014 RSPM വലിച്ചുകൊണ്ട് താങ്കൾ UDFിൽ ചേക്കേറിയത്. ഞാണിമേൽ കളി കളിച്ചു നിന്ന് UDF മന്ത്രിസഭയ്ക്ക് RSPയുടെ MLAമാരെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം അവരുടെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകി. ഇരവാദവും വേട്ടയാടലും ആരോപിച്ച് താങ്കൾ ജയിച്ചു. 2019 ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി എഫക്റ്റും, ശബരിമല വിവാദവും, BJPയുടെ ഭരണവിരുദ്ധ വികാരവും, മതനിരപേക്ഷവാദികളുടെ, ന്യൂനപക്ഷങ്ങളുടെ, വിശ്വാസി സമൂഹത്തിൻ്റെ എല്ലാം വോട്ടുകൾ ഏകീകരിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിലാകെ ആഞ്ഞടിച്ച ദേശീയതയുടെ ഭാഗമായി താങ്കളും വിജയിച്ചു എന്ന് കരുതി തോൽവി താങ്കൾക്ക് അന്യമല്ല. 2006-11 സഖാ VS ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം മുടക്കിയത് തോറ്റുപോയ താങ്കൾ ഒരാൾ മാത്രമാണെന്നുള്ള കാര്യം താങ്കൾ തന്നെ വിസ്മരിച്ചു പോകരുത്. അന്ന് രാഹുലിനെ പുകഴ്ത്തിയിരുന്ന താങ്കൾ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ഒരേ സമയം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്ക് പറഞ്ഞാൽ അത് വാക്കാണെന്ന് പറയുന്നു. കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങി വിജയിക്കുമ്പോൾ തന്നെ എതിർവശത്തോട് ചേർന്ന് നിൽക്കുന്നു. താങ്കൾ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ പ്രധാന പാർട്ടിയായിരുന്ന 4 MLAമാരും മന്ത്രിയും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും ബോർഡ് മെമ്പറും ഒക്കെ ഉണ്ടായിരുന്ന RSPയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിനെ ഒറ്റിയതുകൊണ്ട് കൂലിയായി കിട്ടിയ 30 വെള്ളിക്കാശ് കൊണ്ട് യൂദാസ് അല്പകാലം സന്തോഷിച്ചിട്ടുണ്ടാകാം. പക്ഷേ അനീതിയുടെ കൂലി കൊണ്ട് നേടിയ അക്കാദമ എന്ന ശവപ്പറമ്പിൽ വെച്ച് വർഗവഞ്ചകനായ യൂദാസിന് എന്താണ് ലഭിച്ചതെന്ന് അറിയാമല്ലോ. നടപ്പുകാല യൂദാസുകളെ അക്കൽദാമുകൾ കാത്തിരിക്കുന്നു. ഒറ്റുകാരൻ്റെ രക്തമുള്ള അക്കൽദാമുകൾ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നിയോഗം എന്നും നീതിമാനുള്ളതാണ്, നീതിമാന് മാത്രം. ഞാൻ ഇങ്ങനെയൊന്നും പറയാറില്ല. ഇതൊക്കെയും താങ്കൾ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ്. സ്നേഹപൂർവ്വം M. മുകേഷ്. വ്യക്തമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. പഴയ കാര്യം കുറച്ച് ഓർമ്മിപ്പിച്ചു, മാത്രമല്ല ഇപ്പോഴത്തെ കുറച്ച് കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്. വ്യക്തമായി പറയുകയാണെങ്കിൽ എനിക്ക് പ്രേമചന്ദ്രൻ്റെ കൃത്യമായിട്ട് M. മുകേഷ് MLA അടപ്പിക്കേണ്ടതായിരുന്നു എന്ന് മാത്രം കൂട്ടിച്ചേർക്കുന്നു. നല്ല വ്യക്തമായിട്ടാണ് M. മുകേഷ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്.